എവിടെയെങ്കിലും ഒരു മുജാഹിദ് വന്ന് പ്രസംഗിച്ചു പോയാൽ, അല്ലെങ്കിൽ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ വന്ന് പ്രസംഗിച്ചു പോയാൽ, അല്ലെങ്കിൽ ഒരു വ്യാജ ത്വരീഖത്തുകാരൻ അവൻ ദീന് ഫസാദാക്കിയാൽ, അവിടെ നമ്മൾ കൃത്യമായി ഹഖ് എന്താണ് എന്ന് ബോധ്യപ്പെടുത്തപ്പെടുന്നു. അത് ബോധ്യപ്പെടുത്തുന്ന വേദികൾ. എന്നാൽ ഹമക്ക് വാക്ക് ചെവിക്ക് പുറമെ അങ്ങനെ ഒരു തത്വമുണ്ട്. ഹമക്ക് വാക്ക് ചെവിക്ക് പുറമെ അങ്ങനെ ഒരു തത്വമുണ്ട്. അതെന്താണ്? ഒരു സ്ഥലത്തും എടുക്കാത്ത ഒരു സാധനം. അങ്ങനത്തെ ചില സാധനങ്ങൾ അതിനെ പിടിച്ച് പൊക്കി വലുതാക്കാനും പോയത്. മറിച്ച് അഡ്രസ്സുള്ള, സംഘടനയുള്ള, സംഘടനാതലത്തിൽ പ്രവർത്തിക്കുന്ന ഏത് ബിദ്അത്തുകാരുണ്ടോ അവരെ ബിദ്അത്തിനെ കൃത്യമായി നേരിടാൻ നമ്മുടെ സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തകന്മാർ സന്നദ്ധരാകണം. ഞാനിപ്പോൾ അതിലേക്ക് നീട്ടി സംസാരിക്കുന്നില്ല. ആവശ്യമുള്ള സമയങ്ങളിൽ ആവശ്യമുള്ളത് ബഹുമാനപ്പെട്ട മുഹീസുന്ന പന്നൂർ ഉസ്താദിനെ പോലെയുള്ള ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശൈഖുനാ കാന്തപുരം ഉസ്താദ് ധാരാളം പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ആ കരുത്താണ്. അതുകൊണ്ട് ഇനിയും ഖിയാമത്ത് നാൾ വരെയും സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. അതിനാവശ്യമായ അറിവുകൾ മുതഅല്ലിമീങ്ങൾ നേടിയെടുക്കണം, തെളിവുകൾ പരതി പിടിക്കണം, ഓരോന്നും മനസ്സിലാക്കണം. ഏത് ഭീഷണികൾ ദീനിന് വന്നാലും അവിടെ ഹഖ് ഹഖായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അറിവ് നേടണം. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, നമ്മൾ മഹാന്മാരായ ആലിമീങ്ങളെ വിശ്വസിക്കണം. ആ ആലിമീങ്ങൾ പഠിപ്പിച്ച വഴിയിൽ തന്നെ പിന്തുടർന്ന് ജീവിക്കണം. അവിടെ അതൊക്കെ ഇമാം അങ്ങനെ പറഞ്ഞോട്ടെ, നബവി ഇമാം ഇങ്ങനെ പറഞ്ഞോട്ടെ, ഹിദീസ് ഇങ്ങനെ പറഞ്ഞോട്ടെ, അതൊന്നും എനിക്ക് ബാധകമല്ല, അല്ല വേറുള്ളവർക്ക് ബാധകമാണ് എന്നൊരു ചിന്താഗതി നമുക്ക് ഉണ്ടാവാം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ ആശയത്തിന് നമ്മളാൽ ഒരു സഹായവും വരാൻ പാടില്ല. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം. ഇപ്പോൾ പഴയ കാലം പോലെ അല്ല. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഈ സോഷ്യൽ മീഡിയ അനാവശ്യമായി ഉപയോഗപ്പെടുത്തി കാണുന്ന എല്ലാ ബാത്തിലും എല്ലാവർക്കും കേൾപ്പിക്കുന്ന ഏർപ്പാട് പച്ച ഹറാമാണത്. അതിലാരും പെട്ടുപോകരുത് എന്ന് ഞാൻ പ്രത്യേകമായി വസിയത്തായി പറയുകയാണ്.